ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊന്ന് ഡബ്ലിൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ദൂരമുണ്ട്, നമുക്കൊരു 2.75-3 മണിക്കൂറൊക്കെ നമുക്ക് വേണം കേട്ടോ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദിവസം തന്നെ പോയി വരേണ്ടത് കൊണ്ട് നമ്മൾ ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന്. നമുക്ക് യൂറോപ്പിലെ എന്താ പറയുക, ഇവിടുത്തെ ട്രെയിൻ യാത്രയും ട്രെയിനും സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൃഷ്ണ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ സ്ഥലത്ത് മഞ്ഞ് ഇല്ല, അങ്ങനെയൊക്കെ കണ്ടു കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ എത്തി. ഇത് ബാലിമോട്ടാണ് കേട്ടോ. നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കാം. നമ്മൾ ഓൾറെഡി ഓൺലൈനിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നേ. ഇത് കണ്ടോ, ഇത് ഇങ്ങനെ എഴുതിയിട്ട് റൂട്ട് എവിടം തൊട്ട് എവിടം വരെയാണെന്നൊക്കെ എഴുതിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് 7 മണിക്കായിരുന്നു ട്രെയിൻ. അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട് അവിടെ നിന്ന്. അപ്പം നമുക്ക് കൗച്ചയിൽ ഫസ്റ്റ് ഭാഗത്ത് തന്നെയായിരുന്നു സീറ്റ്. അപ്പം നമ്മൾ അങ്ങനെ അവിടെ കയറി, ട്രെയിനൊക്കെ വന്ന് നമ്മളിതേ കയറി ഇരുന്നിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് വ്യൂ, പുറത്തേക്കുള്ള വ്യൂ അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. ചില സ്ഥലത്ത് ഒരു പാളം, ചില സ്ഥലത്ത് 2 പാളം, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സീറ്റിൻ്റെ മുകളിൽ നമ്പറും നമ്മുടെ പേരും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ ചില സ്ഥലങ്ങളിൽ ഒറ്റ റെയിൽവേ ട്രാക്കേ ഉള്ളൂ കേട്ടോ. സാധാരണ ഇപ്പോൾ പൊതുവെ കണ്ടത് 2 എണ്ണമൊക്കെ നമുക്ക് ഉണ്ടാവില്ല, 2 എണ്ണം 3 എണ്ണം ട്രാക്കുകളൊക്കെ. ഇപ്പോൾ സ്റ്റോപ്പുകളിൽ 2 എണ്ണം, പോണ വഴിക്ക് 3 എണ്ണം, അങ്ങനെയൊക്കെ ഒറ്റ റെയിൽവേ ട്രാക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് നമുക്കൊരു ഡിലേ ഓൾറെഡി വന്നു കേട്ടോ. ഒരു അരമണിക്കൂർ എങ്ങാണ്ട് ഡിലേ വന്നു. കാരണം ഏതോ ഒരു ട്രെയിൻ ഡിലേ ആയപ്പോൾ ഒരു ട്രാക്കല്ലേ ഉള്ളൂ. സോ അപ്പോൾ അവർ 2 ട്രാക്കുള്ളടുത്ത് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തിട്ടിട്ട് മറ്റേ ഡിലേ ആയ ട്രെയിൻ പാസ് ചെയ്ത് പോയതിന് ശേഷമാണ് നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഡിലേ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഒറ്റ ട്രാക്കുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അവർ 2 ട്രാക്കുള്ളടുത്ത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇത് കണ്ടോ, ഇവിടെ നമുക്ക് അടുത്ത നെക്സ്റ്റ് സ്റ്റോപ്പ് ഏതാണെന്നും അതുപോലെ നെക്സ്റ്റ് സ്റ്റോപ്പിക്ക് എത്ര കിലോമീറ്റർ ഇവിടെ നിന്ന് ദൂരം ഉണ്ടെന്നും നമുക്ക് അവിടെ എഴുതി ഇങ്ങനെ കാണിക്കട്ടോ. അതുപോലെ നമുക്ക് എത്താറാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അനൗൺസ്മെൻറ്റ് വരും കേട്ടോ, ഏത് സ്റ്റോപ്പാണെന്ന്. ഇത് നമ്മൾ ഡബ്ലിനിൽ നിന്ന് തിരിച്ച് വരണ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നു. അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ കയറി നമ്മളുടെ സീറ്റൊക്കെ നോക്കി നമ്മൾ ഇരുന്നു കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇവിടെ പേര് ഇല്ല കേട്ടോ, കാരണം ഇതെനിക്കറിയില്ല, ഇത് ഓണായിട്ടുണ്ടായിരുന്നില്ല. ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ പേരൊക്കെ വന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് സീറ്റിലൊക്കെ ഇരുന്നു. പിന്നെ നമുക്ക് ബാഗൊക്കെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് എത്ര ബാഗ് വേണമെങ്കിലും വെക്കാം കേട്ടോ. അത്രയും സ്ഥലം, നല്ലപോലെ ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും വന്ന് കയറിയൊക്കെ തുടങ്ങിയിട്ട് ട്രെയിൻ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ സമയമായി. ഇത് നമുക്ക് ഡബ്ലിൻ റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഈ ഇരുന്ന് തിന്നണത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക ഗൈസ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബൈ.